ഹേ ഓൾ വാട്സാപ്പ്. സോ ഞാൻ ഇന്നലെ ബപ്പ കണ്ടു. വാട്ട് എ മൂവി അല്ലേ. ഒരു സ്പൂഫ് എൻ്റർടൈൻഡ് ഒരു ഫൺ പാക്ഡ് മൂവിയാണ്. ഒരു ദിലീപേട്ടൻ്റെ കുറേ നാൾക്ക് ശേഷം പുള്ളിയുടെ ആ ഒരു പഴയ പരിപാടിയൊക്കെ വിട്ട് ഒരു പുതിയതല്ല, ഒരുപാട് മൂവിയുടെ റെഫറൻസും ഒരു മാഡായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്തിട്ടാണ് പുള്ളി ഈ സിനിമയിൽ വരുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇതിൽ ടാഗ് ലൈനിൽ പറയുന്ന പോലെ തന്നെ ഒരു ലോജിക്കും ഇല്ലാതെ നമ്മൾ ആ ഒരു സെൻസിൽ നമുക്ക് ഈ സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് ഈ സിനിമ വർക്കാവും, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഇല്ല. ബിക്കോസ് നമ്മുടെ തിയേറ്ററിൽ ഇരിക്കുന്ന സമയം ആ ഒരു 2-2.5 മണിക്കൂർ നമുക്ക് കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ലൈക്ക് നമ്മൾ ആ സമയം മാത്രം, ആ ഒരു 2.5 മണിക്കൂർ നമുക്ക് പ്യൂർലി എൻജോയ് ചെയ്ത് ഫൺ ചെയ്ത് കാണാൻ പറ്റിയ മൂവിയാണ് ബപ്പ. പിന്നെ ദിലീപേട്ടൻ്റെ ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടൻ, അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ്, ശരണ്യ എന്ന് പറഞ്ഞ തമിഴ് ആർട്ടിസ്റ്റ്, അതുപോലെ ഒരുപാട് ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. വന്നവരും നിന്നവരും പോയവരും എല്ലാവരും സിനിമ ഏത് ജോണറാണോ ആ ഒരു ലോജിക്കില്ലായ്മയിൽ നിന്ന് ഓരോ പ്രേക്ഷകനെയും എൻഗേജ് ചെയ്യിപ്പിച്ച് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ വരുന്നുണ്ട്. പുള്ളി വന്നാൽ പിന്നെ സിനിമയുടെ റേഞ്ച് തന്നെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് റെഫറൻസുകളുടെ ഒരു ചാകരയായിരുന്നു സിനിമയിൽ. കാരണം പഴയ സിനിമകളിൽ നിന്ന് ഒരുപാടധികം റെഫറൻസ് സിനിമയിൽ ഉണ്ട്. സിനിമ ട്രോളുകൾ, സോഷ്യൽ മീഡിയ ട്രോളുകൾ, ഇങ്ങനത്തെ പരിപാടിയിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയത് കാണുന്ന ഓരോ പ്രേക്ഷകനും ഒരു 50 സെക്കൻഡ്സ്, ഒരു 30 സെക്കൻഡ്സിൽ ഒരു ബ്ലാസ്റ്റ് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകന് ആ പർട്ടിക്കുലർ സെക്കൻഡ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സമയം പ്യൂർലി എൻജോയ് ചെയ്ത് ഫൺ ചെയ്ത് കാണാൻ പറ്റിയ ഒരു പരിപാടിയാണ് ബപ്പ. ലാലേട്ടൻ്റെ പഴയ മൂവീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് റെഫറൻസുകൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. സോ പുള്ളി സ്ക്രീനിൽ വന്ന് നിന്ന സമയം വാട്ട് എ മാൻ. ഈ പുള്ളിയുടെ ആ ഒരു ഓറ ശരിക്കും പുള്ളി വന്ന് നിന്നാൽ മതി. പുള്ളിയെ ശരിക്കും പുള്ളിയുടെ നടത്തം, ഇരുത്തം, പുള്ളിയുടെ സ്റ്റൈല്, പുള്ളിയുടെ സ്വാഗ് എല്ലാം ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് ലാലേട്ടൻ ഒരു ഡാൻസൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ട് ഫുള്ളി എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിട്ട് ഒരു വിൻറ്റേജ് ലാലേട്ടൻ നമുക്ക് പലപ്പോഴും ഈ ബബയിൽ നമുക്ക് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് വാട്ട് എ മാൻ. പുള്ളി പൊളിയാണ്. അതുപോലെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഈ ലോജിക്കില്ലായ്മയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഓക്കെ, അതായത് നിങ്ങൾ ഒരിക്കലും ഒരു ലോജിക്കോടെ പോയിട്ട് ഇതെന്താ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് സിനിമ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. കാരണം സിനിമയുടെ ടാഗിൽ നമുക്ക് ഇതിൽ എന്ത് ഒരു നെഗറ്റീവ് നമുക്ക് വന്നാലും ആ ലോജിക്കില്ലായ്മ എന്ന് പറഞ്ഞൊരു സാധനം മുന്നോട്ട് വെച്ചതുകൊണ്ട് അതിലൊന്നും നമുക്ക് കയറി ചോദ്യം ചെയ്യാനുള്ള ഒരു പരിപാടി ഇല്ല ശരിക്ക്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയാം. ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് ഒരുപാട് നാൾക്ക് ശേഷം തിയേറ്ററിൽ മാത്രം ഇരുന്ന് എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേറെ ലെവലാണ്. അതുപോലെ ക്യാമറ ഒക്കെ പൊളിയാണ്. ക്യാമറ ഒക്കെ വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചില സീക്വൻസസ് ഒക്കെ വേറെ ലെവലാണ്. അതായത് ഒരു ഭയങ്കരമായിട്ട് ഒരു ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ള ഒരു മൂവിയാണ്. ലോജിക്ക് നോക്കിയാൽ ചെയ്യരുത്. ലോജിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സിനിമ വർക്കൗട്ട് ആവില്ല. കാരണം അത് അങ്ങനത്തെ ഒരു സിനിമയാണ്. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ ആ ഒരു 2-2.5 മണിക്കൂർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ആ സിനിമയുടെ ആ പരിപാടികളൊന്നും നമുക്ക് ആലോചിച്ച് അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റക്കായി കിടക്കുന്ന പരിപാടിയൊന്നുമില്ല. ആ ഒരു 2.5 മണിക്കൂർ നമുക്ക് ഫുള്ളി ഫൺ പാക്ഡ് ആയിട്ട് എൻ്റർടൈൻഡ് ആയിട്ട് നമുക്ക് ആ ഒരു 2.5 മണിക്കൂർ നമുക്ക് പ്യൂർലി എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ബപ്പ. വീണ്ടും സന്ധിക്കുമ്പോഴേക്ക് വണക്കം.